പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പ സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
വിശ്വാസത്തിൻ്റെ ഒരു ഭൗതിക സാഹചര്യമുണ്ട്, ഭൗതിക സാഹചര്യമില്ലാത്ത വിശ്വാസവുമുണ്ട്. ഈ വിശ്വാസം തന്നെ പലതരത്തിലുണ്ടെന്ന് നമ്മൾ പറയുന്നാലും നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൗതിക സാഹചര്യമുള്ള ഒരു വിശ്വാസമുണ്ട്, ഭൗതിക സാഹചര്യമില്ലാത്ത വിശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഇങ്ങനെ ഇത് നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ്. നമ്മൾ വിശ്വാസത്തിന് ഇടയ്ക്ക് ചില സമയത്ത് ആത്മവിശ്വാസം കയറി വരും. വിശ്വാസം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും. എന്നിട്ട് ആത്മവിശ്വാസം ചില സമയത്ത് വിശ്വാസത്തെ ഡയല്യൂട്ടാക്കി കളയും. ഉദാഹരണത്തിന്, നീ ഒരു B2 എക്സാം എഴുതിയെന്ന് വിചാരിച്ചോ. അപ്പം നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ നിനക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്താണ്? മൊഡ്യൂൾസ് എല്ലാം ക്ലിയർ ചെയ്തല്ല എന്നുള്ള ആത്മവിശ്വാസം. നന്നായിട്ട് സംസാരിച്ചു, നന്നായിട്ട് എഴുതി, നന്നായിട്ട് റീഡ് ചെയ്തു. അതുപോലെ എന്ത് വിഷയത്തിനായാലും എല്ലാ വിശ്വാസങ്ങൾക്കും ഇടയിൽ ഒരു ഭൗതിക സാഹചര്യം ഉണ്ട്. ആ ഭൗതിക സാഹചര്യമാണ് നമുക്ക് ആത്മവിശ്വാസം തരണത്. ആത്മവിശ്വാസം ചില സമയത്ത് വിശ്വാസത്തെ ഡാമേജ് ആക്കും, ഉപദ്രവിക്കാൻ തുടങ്ങും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലക്ക് വിശ്വാസത്തിന് ഭൗതിക സാഹചര്യം ഇല്ലെങ്കിൽ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. കർത്താവ് പണ്ട് 10 ദിവസം കൊണ്ട് പറഞ്ഞില്ലേ, ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ ഇല്ലേ? അപ്പോൾ 10 ദിവസം പറഞ്ഞത് കർത്താവിൻ്റെ കമാൻഡായിരുന്നു. പക്ഷെ ദൈവം കൽപ്പിച്ചതാണെങ്കിലും 10 ദിവസം ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. എന്താ കാര്യം? ഭൗതിക സാഹചര്യമില്ല. ഈ പറഞ്ഞ ദൈവകൽപ്പന ആണെങ്കിൽ പോലും അത് നടക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളില്ല. എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ലൂക്ക 5:4 സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു. അപ്പൊ ശിമയോന് അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു ആത്മവിശ്വാസം ഇല്ല. എന്താ കാര്യം? ആത്മവിശ്വാസത്തിന് പറ്റിയ ഭൗതിക സാഹചര്യമില്ല. അതുകൊണ്ടാണ് ശിമയോൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇത് മതി, ഇതാണ് സാധനം. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഒരു മനാമസോടെ മടുപ്പാ ഭയങ്കര. ഇപ്പൊ ചിലർക്ക് പറയല്ലേ, പ്രാർത്ഥിക്കാൻ മടുപ്പെന്ന് പറയല്ലേ. ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പുണ്ടല്ലോ. അതിൻ്റെ കാര്യം എന്താണ്? ഈ ഭൗതിക സാഹചര്യം. ഇപ്പം നിങ്ങൾ എഴുതിയ പരീക്ഷ ഫ്ലോപ്പാണെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങളോട് അമ്മ പറയും, മോളെ പ്രാർത്ഥിക്കും മോളെ. പക്ഷെ നിങ്ങൾക്കൊരു മടുപ്പുണ്ട്. എന്താണ്? നിങ്ങൾക്കറിയാം 2 ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്, 20 മാർക്കിന് 2 ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യം നിങ്ങൾക്കെതിരാണ്. അപ്പം അതുകൊണ്ടാണ് ഈ മടുപ്പ് വരുന്നത്. എന്താണ്? നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രത്യേകിച്ച് പ്രയോജനം? അതാണ് മടുപ്പ് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ പ്രേയറിൽ മടുപ്പ് വരേണ്ട കാര്യമില്ല. ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിലും മടുപ്പ് വരേണ്ട കാര്യമില്ല. അത് ശിമയോൻ, അത് ഈ ഉടമ്പടിയുടെ ഗ്രേറ്റ്നെസ് അതല്ലേ. അതുകൊണ്ട് ശിമയോൻ പറഞ്ഞത് എന്താണ്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം മടുപ്പാണ്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഭൗതിക സാഹചര്യത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായിട്ടുള്ള കറക്റ്റ് വിഷയങ്ങൾ, രണ്ടാമത്തത് എന്താണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ. അതാണ് 10 ദിവസം പറയണത്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് കടലിൽ മീനില്ല,
കിട്ടാൻ സാധ്യതയില്ല, മടുപ്പാണ്. പക്ഷെ മടുപ്പാണെങ്കിലും ഒരു ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മവിശ്വാസം ഭൗതിക സാഹചര്യത്തിലല്ല, കർത്താവിൻ്റെ വചനങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യം വെച്ചാൽ, ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രഖ്യാപിത പ്രിൻസിപ്പിൾ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എപ്പോഴും മറന്നു പോരുന്നത്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടത്. അതാണ്. അപ്പം കൃപയെന്നുള്ള സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. കൃപയെന്നും പറഞ്ഞ സംഭവം. അപ്പോൾ ഞങ്ങളെ ഉടമ്പടിയിൽ നിങ്ങളെ ട്യൂട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഒരു അഡ്രസ്സ് ചെയ്യത്തില്ല. നിങ്ങൾ എന്താ വെച്ചാൽ അമിതമായിട്ട് ആ ഭൗതിക സാഹചര്യങ്ങളിൽ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരാളിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, 74 എന്നൊരു നമ്പർ മാതാവ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അയാളോട് സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെ അയാളുടെ സാക്ഷ്യം കഴിഞ്ഞപ്പോൾ ഞാനതൊക്കെ ഓർക്കണത്. അപ്പോഴേ ഇന്നിപ്പോൾ 8-ാം തീയതിയല്ലേ, ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ 8-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ അയാൾ കയറിപ്പോയി. ഇന്നലെ ഏതാണപ്പാ? മാതാവ് പറഞ്ഞ 7/4 ഏപ്രിൽ മാസം 4-ാം മാസം 7-ാം തീയതി. ഇന്നലെ അയാൾ കയറിപ്പോയി. അപ്പം അമ്മ പറഞ്ഞ 74 എന്ന് പറഞ്ഞാൽ അതാണത്. അപ്പം അതിന് അയാൾ പറഞ്ഞ വേറെ കാര്യമുണ്ട്. അയാളുടെ വീടോ സ്ഥലം എടുക്കുന്നതിന് അയാൾക്ക് ഒരു മാർഗ്ഗവും ഇല്ല. ശരിക്കും ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. അയാൾക്ക് പരിചയമില്ലാത്ത ഒരാൾ 5 ലക്ഷം രൂപ കൊടുത്തയാൾക്ക്. ആ സാക്ഷി. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങളെ നമ്മൾ ചിലർ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ദൈവ അവിശ്വാസികളുടെ ഒരു രീതി അതാണ്. അവർ വിശ്വസിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളിലാണ്. ഇപ്പം നമ്മൾ ജ്ഞാനസ്ഥാനപ്പെടുത്തുമ്പോഴേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഇടന്ന് ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു കൊട്ടേഷൻ കണ്ടായിരുന്നു. നിങ്ങൾ സഭയോട് എന്താവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനസ്ഥാന സമയത്ത് പറയും, ഞാൻ സഭയോട് ജ്ഞാനസ്ഥാനം ആവശ്യപ്പെടുന്നു. അപ്പം ജോൺ പോൾ മാർപ്പാപ്പ പറയുവേ, ജ്ഞാനസ്ഥാനമല്ല ആവശ്യപ്പെടണത്, സഭയോട് എന്നെ വിശുദ്ധനാക്കാൻ ആവശ്യപ്പെടുകയാണെന്ന്. ഞാൻ തന്നെ എങ്ങനെ ഇൻട്രസ്റ്റ് ആയിപ്പോയി. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ നീ സഭയോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വിശുദ്ധയാക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു മാർഗമാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ ജ്ഞാനസ്ഥാനത്തിൽ നമ്മൾ വൈദികൻ ചോദിക്കണത് എന്താണ്? അപ്പം അതിൻ്റെ അകത്ത് വരുന്നത്, മുതിർന്നവരുടെ ജ്ഞാനസ്ഥാനത്തിൽ വൈദികൻ ചോദിക്കുന്നത് സഭയോട് നിങ്ങൾ എന്താവശ്യപ്പെടുന്നു? അപ്പം അവരോട് പറയും, സഭയോട് വിശ്വാസം ആവശ്യപ്പെടുന്നു എന്നാണ് പറയേണ്ട ഉത്തരം. അപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ സഭയുടെ വിശ്വാസം പത്രോസിൻ്റെ വിശ്വാസമാണ്. എന്താണ്? പത്രോസ് കട്ടൻ ചായക്ക് കാരണമില്ലാഞ്ഞ കാലത്ത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറി പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടുമ്പോൾ പറയണൊരു വിശ്വാസം, വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് കൈ നീട്ടും. അപ്പോൾ പത്രോസ് പറയും, പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണത്. എനിക്കുള്ളത് ഞാൻ തരുന്നു, നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അപ്പം സഭയുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണത്? അത് പൊന്നും വെള്ളിയും ഭൗതിക സാഹചര്യങ്ങളാൽ അലങ്കൃതമല്ല. അത് വിശ്വാസത്തിൻ്റെ അലങ്കാരങ്ങളെന്ന് പറയും. അത് നമുക്ക് വേറൊരു ദിവസം കാണാം. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യണത്? വിശ്വാസം, അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒത്തു വന്നില്ലെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. കർത്താവ് നിങ്ങളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത്, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കം എന്നത് പിശാച് കയറണ ആ വാതിലിൽ കൂടിയാണ്. മുറിവുള്ളത് കൊണ്ടാണ്. മുറിവുള്ളത് കൊണ്ട് വിശ്വാസം കുറയും. എന്ത് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഇങ്ങനെ മനസ്സിൻ്റെ അകത്ത് കിടക്കുക. ഇതിപ്പോൾ പ്രാർത്ഥിച്ചാലൊന്ന് പിന്നെയും പ്രാർത്ഥിക്കാം. എന്തിന്? ആ മുറിവ് അകത്ത് കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ ആ വാതിലേക്ക് കൂടി പിശാച് കിടന്നിട്ട് ഈ ചിന്തയൊക്കെ നമുക്ക് തരും. പ്രാർത്ഥിക്കാൻ സാധിക്കില്ല, ഉറക്കം വരും, പ്രാർത്ഥനയിൽ ആത്മാർത്ഥത ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ പോകുമ്പോൾ, കുർബാനയ്ക്ക് പോകുമ്പോൾ ലേറ്റായിട്ട് പോകാൻ തോന്നും. കുറച്ച് കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ എന്തിന് പുറത്തു പോകാം എന്നൊക്കെ തോന്നൽ വരുന്നത് മുറിവ് കിടക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ.
മുറിവ് ഉണങ്ങാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്താണ് ബുദ്ധിമുട്ട്. പിശാച് ചെയ്യുന്നത്, പിശാച് കയറുന്നത് വഴക്ക്, കലഹമുണ്ടാക്കും നിങ്ങളായിട്ട്. അത് ഭാര്യ ഭർത്താവാകാം, അമ്മായിയമ്മ മരുമകളാകാം. റോട്ടിൽ പോയി നടക്കുമ്പോൾ, കാർ ഓടിച്ചോ ബൈക്ക് ഓടിച്ചോ പോകുമ്പോൾ അടുത്തുള്ളവൻ ഇല്ല കടക്കാരൻ ആരെങ്കിലുമായിട്ട് വഴക്കില്ലാതെ നോക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വഴക്ക് വന്നു കഴിഞ്ഞാൽ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ വഴക്കിൽ വരുന്നത് നമുക്ക് കോപം വരും, ദേഷ്യം വന്നിട്ട് എന്തായിട്ട് മാറും? വിദ്വേഷമായിട്ട് മാറും. വിദ്വേഷം വന്നിട്ട് അഹങ്കാരമായിട്ട് മാറും. എന്നോട് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അഹങ്കാരം വർദ്ധിക്കണം. അഹങ്കാരികളെ ദൈവം വെറുക്കുന്ന പ്രണാഗത്തിനിരിക്കും. ദൈവമായിട്ട് അകന്നു പോകാൻ അത് മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഈ വഴക്ക് വന്നു കഴിഞ്ഞാൽ പിശാച് ചെയ്യുന്ന പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സിമ്പിളായിട്ട്, പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ നിർത്താം. ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. ഇത് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടാണ് പറയണം ഇവിടെ. ഹല്ലേലൂയ. അപ്പോൾ പിശാച് ചെയ്യുന്നത്, പിശാച് ഇതിനെല്ലാം ഒരു പ്രലോഭനം, ടെസ്റ്റ് വയ്ക്കും. എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയണത് ടെസ്റ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, അത് ഈശോ ആ ടെസ്റ്റ് പാസ്സായി കാണിച്ചതാണ്. അവൻ്റെ മോഡസ് ഓപ്പറാൻഡി ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാകണം. പിശാച് വയ്ക്കുന്ന ഒരിക്കലും നമുക്ക് പരീക്ഷ വയ്ക്കുന്ന ദൈവമില്ല. ദൈവം അനുവദിച്ചു കൊടുക്കും പിശാചിനോട്. പിശാച് ചെയ്യും. അത് ദൈവം എന്തിനാണ് അനുവദിച്ചു കൊടുക്കണത്? ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. നീ ദൈവത്തിൻ്റെ മകനില്ല, നീ ദൈവത്തിൻ്റെ മക്കളാണ് ഇല്ലെന്ന് പിശാച് കാണിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ്. നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അത് ദൈവത്തോട് ആദ്യം ടെസ്റ്റ് ചെയ്തത് മത്തായി 3:17 പിതാവ് പറഞ്ഞ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഈശോനെ കണ്ട് പറഞ്ഞപ്പോൾ, ജ്ഞാനസ്നാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും പിശാച് അതിനെയാണ് എടുത്തു പിടിച്ചത്. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് ചാടുക, ഈ കല്ലിനെ അപ്പമാക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കല്ലിനെ അപ്പമാക്കുക. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ മാത്രമല്ല അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അപ്പോൾ ഈശോയ്ക്ക് ഈ പിതാവ് പറഞ്ഞ്, എനിക്ക് സംശയമാണ്, എന്തായാലും അപ്പോൾ ആക്കി നോക്കാം, കല്ലിനെ എടുത്തിട്ട് അപ്പോൾ ആക്കി നോക്കാമെന്ന് പറഞ്ഞാൽ അവിടെ സംശയം വന്ന്. പ്രൈസ് ദി ലോർഡ്. പിശാചിന് അത്രേ ആവശ്യമുള്ളൂ. അത് ഡിസോൺ ചെയ്യണം. ഇല്ല, ഞാൻ പിതാവ് പറഞ്ഞൊക്കെ ശരിയായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ മകനില്ല. അപ്പോൾ കല്ലിനെ അപ്പോൾ ആക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ആയില്ലെങ്കിലോ, അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനൊന്നുമില്ല. പിശാചിന് അതാണ് സ്ഥാപിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഈശോ അതിനെ എന്ത് ചെയ്ത്? വചനം കൊണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമില്ല, വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. വചനത്തിനെ എടുത്താണ് ഈശോ ടെസ്റ്റ് പാസ്സായത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് പിശാച് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസറും ക്വസ്റ്റ്യനും നേരത്തെ തന്ന്. ഹല്ലേലൂയ. നിങ്ങളെ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിന് മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും കൈ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ? പക്ഷേ നമ്മളെല്ലാം പിന്നെയും ഫെയിലാകുകയാണ്. ഈശോ ഇതാണ് ടെസ്റ്റ് പേപ്പർ, ഇതാണ് ആൻസർ എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിശാച് എന്താ ചെയ്യുന്നത്? ദൈവം നമുക്ക് യോഹന്നാൻ 1:12 പറഞ്ഞിരിക്കുക, നീ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതിനെന്ത് ചെയ്യണം? ഈശോനെ അംഗീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈശോനെ ഏറ്റെടുക്കണം. ഹൃദയത്തിൽ ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ച് ഈശോനെ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് എന്താണ്? നീ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ, ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിനക്ക്. എന്നിട്ട് അങ്ങനെ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് വഴക്ക് കൊണ്ടുവന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ ദൈവത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈശോനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ മനസ്സുപോലെ നമ്മളെ മനസ്സ് മാറണം. ഫിലിപ്പിയർ 2:5 ഈശോയുടെ മനസ്സ് പോലെ നമ്മളെ മനസ്സാകണം. ഈശോയുടെ മനസ്സെന്താണ്? അവനെ തന്നെ ശൂന്യനാക്കി. രണ്ടാമത്, അവൻ എളിമപ്പെട്ട്, മരണത്തോളം എളിമപ്പെട്ട്, അവൻ ദൈവമാണെങ്കിലും അവൻ മനുഷ്യനായി അടിമയായിട്ട് മാറി, എളിമപ്പെട്ട്. 2 കാര്യമാണ് ഈശോയുടെ മനസ്സിലുള്ളത്. അവനെ തന്നെ ശൂന്യനാക്കി. രണ്ടാമത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത് എന്താ ചെയ്ത്? അവൻ എളിമപ്പെട്ട്.
അവനെ തന്നെ ശൂന്യനാക്കുന്നത് എങ്ങനെയാണ് അതറിയണം. അത് ഫിലിപ്പിയർ 2:3 ഉണ്ട്. അവനെ തന്നെ ശൂന്യനാക്കണമെങ്കിൽ നമ്മൾ സ്വാർത്ഥതയുണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരെ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠമായിട്ട് കാണണം. നമ്മൾ ഈശോ ദൈവം നമ്മളെ ദൈവത്തെക്കാളും ശ്രേഷ്ഠമായിട്ട് കണ്ടുകൊണ്ടല്ലേ, സ്നേഹത്തിൽ വലുതായിട്ട് കണ്ടുകൊണ്ടല്ലേ സ്വന്തം മകൻ്റെ ജീവൻ, ചോരയും രക്തവും ചോര കൊടുത്തിട്ട് നമ്മളെ വീണ്ടെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അത് സ്നേഹമാണ്. മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠമായിട്ട് കാണണം. ഭാര്യ ഭർത്താവിനെ ശ്രേഷ്ഠമായിട്ട് കാണണം. അങ്ങനെ എന്ത് തെറ്റ് ചെയ്തോട്ടെ, മദ്യപിച്ചോട്ടെ, എന്ത് പറഞ്ഞാലും ദൈവം അങ്ങനെയാണ് പറഞ്ഞിരിക്കണം, ശ്രേഷ്ഠമായിട്ട് കാണണം. അവരുടെ വാക്ക് ചിലപ്പോൾ വിഡ്ഢിത്തരമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത് ശ്രേഷ്ഠമായിട്ട് കാണണം. അതിനെ നമ്മൾ അവമാനിച്ച് കളയരുത്, അതിനെ ധിക്കരിച്ച് കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് പരിഗണിക്കാം, സോറി പറയാൻ പറ്റണം, ക്ഷമിക്കുക എന്ന് പറയാൻ പറ്റണം. നമ്മളെക്കാളും ശ്രേഷ്ഠമായിട്ട് കാണുമ്പോഴല്ലേ നമുക്ക് ക്ഷമിക്കുക എന്ന് പറയാൻ പറ്റുക, അവരെ അംഗീകരിക്കാൻ പറ്റുക. പ്രൈസ് ദി ലോർഡ്. അതിൽ സ്വാർത്ഥതയുണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്വാർത്ഥതയാണ്. സ്വാർത്ഥത ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ വഴക്കിടുമ്പോഴാണ്. അത് 2 തിമോത്തി 2:23. ഇത് വഴക്കെങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് ശ്രദ്ധിച്ചോ. ഇത് നിങ്ങൾക്കൊരു ടിപ്സാണ്. പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തി 2:23. ആവശ്യമില്ലാതെ വാദപ്രതിവാദത്തിന് പോകരുത്, തർക്കത്തിന് പോകരുത്. തർക്കം ഉണ്ടെങ്കിൽ അവിടെ വഴക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം, ചെറിയ കാര്യം കിട്ടിയാൽ മതി, നീയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് സോറി പറയണതിന് പകരം അവിടെ തർക്കിക്കാൻ പോകും. അവിടെ പിശാച് കയറും. പിശാച് കയറിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ആദ്യ ദേഷ്യം. അതെന്താണെന്ന് തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ തർക്കം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നത് വെറുപ്പാണ്, വിദ്വേഷം. അത് അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകും. പ്രാർത്ഥന മുടങ്ങി ദൈവത്തിൽ നിന്ന് അകന്ന പിന്നെ ആരുടെ അടുത്താണ് പോകുന്നത്? സാത്താൻ്റെ അടുത്താണ്, പിശാചിൻ്റെ അടുത്ത്. പിന്നെ എല്ലാ പ്രശ്നവും അവിടെ തുടങ്ങി. നമ്മൾ അത് മനസ്സിലാക്കണ്ട. പിന്നെ നമ്മൾ ഇവിടെ കറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് പ്രശ്നമാണ്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നമാണ്, എല്ലാ തടസ്സമാണ്, എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല, ജീവിച്ചിട്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇതെല്ലാമാണ് പിശാച് പറയിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തർക്കിക്കാൻ പോകരുത്. ഹല്ലേലൂയ. തർക്കിക്കുക, വിട്ടുകൊടുക്കുക. ദൈവം പറഞ്ഞിട്ട് വഴക്കുണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഹല്ലേലൂയ. ഈ അബ്രാമിൻ്റെ ഉൽപ്പത്തി 13:9 നോക്കിക്കഴിഞ്ഞാൽ അബ്രാമും ലോത്ത് ഒരുമിച്ചാണ് നിൽക്കുന്നത്. സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ആൾക്കാരും ജോലിക്കാരും ലോത്തിൻ്റെ ജോലിക്കാരും തമ്മിൽ വഴക്കായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വഴക്ക് അവോയ്ഡ് ചെയ്യാൻ, ഹല്ലേലൂയ, അബ്രാം ലോത്തിനെ വിളിച്ചിട്ട് പറയും, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുക്കുക, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോകും, നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോകും. അപ്പോൾ ലോത്തിനെ ആളാക്കിയതും വളർത്തിയതും അബ്രാമാണ്, സഹോദരൻ്റെ മകനാണ്. പക്ഷേ ലോത്ത് എന്ത് ചെയ്യും? ഏറ്റവും ഫലഭൂയിഷ്ഠിയായ ഭൂമി ലോത്ത് ഏറ്റെടുക്കും. അതാണ് സ്വതം ഗോമറയായിട്ട് മാറിയത്. അപ്പോൾ അബ്രാമിന് വേണമെങ്കിൽ അവിടെ തർക്കിക്കാം, നീ ഒന്നുമില്ലായ്മയിരുന്നു, നീ അന്ന് ചത്തുപോകായിരുന്നു, ഞാൻ ഇല്ലെങ്കിൽ, എന്നിട്ടാണോ നീ ഇത് എടുക്കുന്നത് എന്ന് വഴക്കിടുമായിരുന്നു. എൻ്റെ ആൾക്കാരാണ് പ്രശ്നം, എൻ്റെ ആൾക്കാർ നീ വിട്ടുകൊടുക്കണ്ടേ, നീ ഒന്നുമില്ലെങ്കിൽ ഞാനല്ലേ നിന്നെ വളർത്തിയത്, ഞാനല്ലേ കൊണ്ടുവന്നത്, നിൻ്റെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ. തർക്കിക്കാം. തർക്കത്തിന് പോയില്ല. അബ്രാം പറഞ്ഞ് നിനക്കിഷ്ടമുള്ളത് നീ എടുത്തു. ഇപ്പം ഏറ്റവും നല്ലത് നോക്കി ലോത്തെടുത്ത് അബ്രാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി, വിട്ടുകൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പിശാചിന് ചാൻസ് കൊടുത്തില്ല. എഫേസ്യർ 4:26-27 പറയുന്നത്, നിൻ്റെ കോപം അത് പാവമായിട്ട് മാറരുത്. സൂര്യാസ്തമനത്തിന് മുമ്പ് കോപം കളഞ്ഞേക്കണം. പ്രൈസ് ദി ലോർഡ്. സൂര്യാസ്തമനത്തിന് മുമ്പ് അത് തീർക്കണം. നമ്മൾ ഇത് വെച്ചുകൊണ്ടിരിക്കും. അത് പഴകിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് പളകി കഴിയുമ്പോഴത്തേക്ക് എന്താകും? ചവറായി. എവിടെ ശവമുണ്ടോ അവിടെ